എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ഉസ്താദുമാരെ മാറ്റി നിർത്തിയാൽ 90% ആളുകൾക്കും അറിയാത്തൊരു വിഷയമായിരിക്കും. ഇത് അറിയാതിരിക്കൽ കൊണ്ട് വലിയ നഷ്ടമാണ് നമുക്ക് സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് റമദാൻ മാസത്തിലൊക്കെ. പുണ്യ റമദാൻ നമ്മിലേക്ക് ആഗതമാവാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അറിവ് മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. സംഭവം വേറൊന്നല്ല, ഷാഫി മദ്ഹബ് പ്രകാരം ഏതൊരു അമല് സ്വീകരിക്കണമെങ്കിലും നിയ്യത്ത് അനിവാര്യമാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഏതൊരു പ്രവൃത്തികളുടെയും സ്വീകാര്യത നിയ്യത്ത് കൊണ്ട് മാത്രമാണ് എന്ന ഹദീസാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തെളിവ് പിടിക്കുന്നത്. അപ്പോൾ ഒരാൾ ഇഅ്തികാഫിന്റെ കൂലി കിട്ടാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ നിയ്യത്ത് വെക്കാതെ കൂലി കിട്ടൂല. പക്ഷെ അധികം ആളുകൾക്കും സംഭവിക്കുന്നത് എന്താ, പള്ളിയിലേക്ക് കയറിയാൽ ഇഅ്തികാഫിന്റെ നിയ്യത്ത് അങ്ങ് മറന്നു പോവാ. പിന്നെ ഓർമ്മ വരുന്നത് നിസ്കാരത്തിലായിരിക്കും. അവിടെയാണ് നമ്മളെ സംശയം, നിസ്കാരത്തിൽ ഇഅ്തികാഫിന്റെ നിയ്യത്ത് കരുതാൻ പറ്റുമോ എന്ന്. നിയ്യത്ത് കൊണ്ട് തന്നെ സാധുവാകുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ കൊണ്ടുവരുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അത് പറയാൻ പാടില്ല. ഉദാഹരണത്തിന് പള്ളിയിൽ ഇഅ്തികാഫിനെ കരുതുക, അത് മനസ്സിൽ കരുതിയാൽ തന്നെ അതിൻ്റെ പ്രതിഫലം കിട്ടും. അതോടൊപ്പം പിന്നെ നവയത്തിൽ ഇഅ്തികാഫ എന്ന് പറയാൻ പാടില്ല, പറഞ്ഞാൽ നിസ്കാരം പറ്റില്ല. ഇനി നിയ്യത്ത് കൊണ്ട് സാധുവാകാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അറബിയിൽ അതിൻ്റെ ലഫ്ള് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഉദാഹരണത്തിന് നേർച്ചയാക്കുക, അടിമയെ മോചിപ്പിക്കുക. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം, അവിടെ ഖിതാബ് വരാൻ പാടില്ല. ഏതുപോലെ നദർതുക, നിനക്ക് ഞാൻ നേർച്ചയാക്കി എന്ന് പറയാൻ പാടില്ല. അതേപോലെ തന്നെ താലീക്കാക്കിക്കൊണ്ട് മറ്റൊരു കാര്യവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പറയാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് ഈ പുണ്യ റമദാനോടനുബന്ധിച്ച് ഇതുപോലെ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് മസലകൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മിസ്സാവാതിരിക്കാൻ ഈ ചാനൽ ഫോളോ ചെയ്ത് വെച്ചോളി.